പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം. ഞാൻ ഹാജയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണാതെ ഒരുപാട് പേരിങ്ങനെ വിളിച്ചിരുന്നു. എന്താ സാർ ക്ലാസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു 2-3 ദിവസമായുള്ള എൻ്റെ വീടിൻ്റെ പാല് കാച്ചൊക്കെ കഴിഞ്ഞു. ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞിട്ടിങ്ങനെ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് റെഗുലറായിട്ട് വീഡിയോ കിട്ടും. പിന്നെ എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ചില ആൾക്കാർ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്, സാറേ ഫെബ്രുവരിയിൽ പ്രിലിംസ് എക്സാം നടക്കുമോ, സാർ ഈ ചാനലിലൂടെ എന്തൊക്കെയാണ് തരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ വേറൊരു വീഡിയോ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കാണുക. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ബയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. പ്രിലിംസിന് പറഞ്ഞിട്ടുണ്ട് രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ വീഡിയോയുടെയും പ്രത്യേകത നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട്. അത് കംപ്ലീറ്റഡ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ആ എടുക്കുന്ന ടോപ്പിക്കിൽ മുഴുവൻ ചോദ്യങ്ങളും ഏകദേശം ഒരു 90% ചോദ്യങ്ങളും ഒന്നിലധികം PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇത് വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കുക. പല ആൾക്കാരും പല സംശയങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സംശയങ്ങളുടെ ഉത്തരങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറയുന്ന ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ് എന്ന ടോപ്പിക്കിൽ കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ എടുത്ത സാധനങ്ങൾക്ക് അറിയാം. കരൾ പഠിപ്പിച്ചു, തലച്ചോറ് പഠിപ്പിച്ചു, അല്ലേ? ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം രക്തത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളെല്ലാം രക്തം 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങൾ രോഗകാരികൾ നമ്മൾ പാർട്ടുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ആദ്യ ഭാഗമാണ്. ഈ ആദ്യ ഭാഗത്തിൽ നമ്മളിന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, ഇത്രയുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ശ്രദ്ധിക്കാം, രോഗങ്ങളുണ്ടാക്കുന്ന രോഗകാരികളെ പാത്തോജൻസ് എന്നാണ് വിളിക്കുക. പാത്തോജൻസ് എന്ന് പറയും. രോഗകാരികൾ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി എന്ന് വിളിക്കും. എങ്ങനെയാണ്? പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം മൈക്രോ ഓർഗാനിസംസ് ആണ്, സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയും. അപ്പോൾ സൂക്ഷ്മജീവികളായ ബാക്ടീരിയകൾ, വൈറസുകൾ, ഇവയെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂയി പാസ്റ്ററാണ്. മൈക്രോബയോളജിയുടെ പിതാവാണ് ലൂയി പാസ്റ്റർ. ശ്രദ്ധിക്കണം, മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്ററാണ്. സൂക്ഷ്മജീവികളാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തിയതും ലൂയി പാസ്റ്ററാണ്. അപ്പോൾ ലൂയി പാസ്റ്ററിൻ്റെ ചിത്രം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ലൂയി പാസ്റ്ററാണ് എന്ത് പറഞ്ഞത്? സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കുന്നത് സൂക്ഷ്മജീവികളാണ് എന്ന് കണ്ടെത്തിയത് ലൂയി പാസ്റ്ററാണ്. അദ്ദേഹമാണ് മൈക്രോബയോളജിയുടെ പിതാവ്. മൈക്രോബയോളജിയുടെ പിതാവാണ് ലൂയി പാസ്റ്റർ. ഓക്കെ, ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് പാത്തോളജി. എന്നാൽ സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. അപ്പോൾ നമുക്ക് എഴുതാം, സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. മൈക്രോബയോളജി, ബയോളജി, മൈക്രോബയോളജി. ഇതിനകത്ത് ഉപകാരികളായിട്ടുള്ള എല്ലാ സൂക്ഷ്മജീവികളെക്കുറിച്ചും നമ്മൾ പഠിക്കും. ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെക്കുറിച്ചും പഠിക്കും. എന്നാൽ രോഗങ്ങളും രോഗമുണ്ടാക്കുന്നവരും, അതാണ് രോഗകാരികൾ, പാത്തോജൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. പാത്തോളജി, പത്തോളജി എന്നും പറയാം കേട്ടോ. പത്തോളജി എന്നോ പാത്തോളജി എന്നോ നമുക്ക് പറയാം. അപ്പോൾ എന്നാൽ മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്ററാണ് മൈക്രോബയോളജിയുടെ പിതാവ്. രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം സൂക്ഷ്മജീവികളാണ് എന്ന് കണ്ടെത്തിയതും ലൂയി പാസ്റ്ററാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന കവർ പാലുണ്ടല്ലോ, പാല്, ആ പാല് പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഫാക്ടറികളിൽ നിന്നും, മിൽമയിൽ നിന്നൊക്കെ പാസ്ചറൈസേഷൻ കഴിഞ്ഞാണ് ഈ പാല്, മിൽമ പാല് പാസ്ചറൈസേഷൻ ചെയ്തിട്ടുണ്ട്. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ പാലിനെ 72 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ചൂടാക്കി തണുപ്പിച്ച് അപകടകാരികളായ രോഗാണുക്കളെ കൊല്ലുന്നതിനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്നത്. പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്ചറാണ്. ലൂയി പാസ്ചറാണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. റാബീസ് അത് നോക്കാം. റാബീസ് എന്ന് കേൾക്കുമ്പോഴൊരു പേര് നിങ്ങളുടെ മനസ്സിൽ വരും അല്ലേ? ആണ്. നോക്കണേ, 72 ഡിഗ്രിയിൽ പാലിനെ ചൂടാക്കും. എത്ര മിനിറ്റ് നേരം? 15 മുതൽ 20 മിനിറ്റ് നേരം. അങ്ങനെ അപകടകാരികളായ ബാക്ടീരിയകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികളെ നമ്മൾ പാലിൽ നിന്ന് കൊന്നുകളയും. ഇതിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുന്നത്. പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചറും അതുപോലെ ടൈം ഡ്യൂറേഷനും വളരെ പ്രധാനമാണ്, പഠിക്കുക. അപ്പം നമുക്ക് രോഗമുണ്ടാക്കുന്ന ആൾക്കാരെക്കുറിച്ച് സംസാരിക്കാം. രോഗമുണ്ടാക്കുന്നത് 4 തരം ആൾക്കാരാണ്. ഒന്നാമത് ബാക്ടീരിയ. രണ്ടാമത് വൈറസ്. മൂന്നാമത് ഫംഗസ്. നാലാമത് പ്രോട്ടോസോവ. ഇവർ 4 പേരാണ് പ്രധാനമായും രോഗങ്ങളുണ്ടാക്കുന്നത്, രോഗകാരികൾ എന്ന് അറിയപ്പെടുന്നത്. രോഗകാരികൾ ആരൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ഒരു ചോദ്യം എഴുതി വെച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ആ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് രോഗമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ രോഗമേത്? സാധാരണ കോഡുകൾ വെച്ചാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്, പഠിക്കുന്നത്. നമ്മളിവിടെ പണ്ട് മുതലേ കുറേ കോഡുകളുണ്ട്. നിങ്ങളിൽ പലർക്കും ആ കോഡ് അറിയാമായിരിക്കും. ഇത് വീഡിയോ കാണുന്ന ഒരു 70-80% ആൾക്കാർക്കും ആ കോഡുകൾ അറിയാം. പക്ഷേ കോഡിൻ്റെ പുറത്തു നിന്നൊരു രോഗം വന്നാലോ എഴുതാൻ പറ്റുമോ? ഇല്ല. അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആ കോഡുകൾ വീണ്ടും ഒന്നുകൂടി പൊടി തട്ടി നമ്മൾ ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കുന്നു. അതേ കോഡ് തന്നെയാണ്, വേറെ കോഡ് പഠിക്കേണ്ട. 2 കോഡ് പഠിച്ച് നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. പണ്ട് മുതലേ ഉള്ള കോഡ് തന്നെ പഠിക്കാം. അതോടൊപ്പം ഒരു കാര്യം പഠിച്ചാൽ അത് ഫിനിഷ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്, പഠിപ്പിക്കുമ്പോഴും എനിക്കത് നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ബാക്ടീരിയ രോഗങ്ങളെ പഠിക്കാം. ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചിട്ട് ആ കോഡിൽ വരാത്തത് കൂടി പഠിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ബാക്ടീരിയ രോഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ഈ കാണുന്നത്. വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് TTCക്ക് പഠിക്കുന്നത്. ഇതൊരു നല്ല കോഡാണ്, കാരണം ഒട്ടുമിക്ക ബാക്ടീരിയ രോഗങ്ങളും നമുക്കിതിനകത്തുനിന്ന് പറയാൻ പറ്റും. ഏകദേശം ഒരു 3, 6, 9, 12 ബാക്ടീരിയ രോഗങ്ങളെ നമുക്കിതിനകത്തുനിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. വിപിൻ കോഡാണ് VPN. അപ്പോൾ അതിൻ്റെ ഒരു അബ്രിവിയേഷനാണ് VPN. വിപിൻ എന്ന് വേണമെങ്കിൽ വായിക്കാം, വിപിൻ. അതിൽ V എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ. V എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലൻ ചുമ. ഒന്ന് ഓർത്തോണേ, എന്നോടൊപ്പം പഠിച്ചെടുക്കണം കേട്ടോ. വില്ലൻ ചുമ. അപ്പോൾ V എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ. P എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? P എന്ന് പറഞ്ഞാൽ പ്ലേഗ് കേട്ടോ, എളുപ്പമാണ് പഠിക്കാൻ. N എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ. N എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമോണിയ. അപ്പോൾ വിപിൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങളാണ്? വിപിൻ എന്ന് പറഞ്ഞാൽ VPN. V എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ, P എന്ന് പറഞ്ഞാൽ പ്ലേഗ്, N എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ. കോഴിക്കോടിൻ്റെ സിമ്പൽ എങ്ങനെയാണ്? KD എന്നാണ്. K എന്ന് പറഞ്ഞാൽ കുഷ്ഠം കേട്ടോ. K എന്ന് പറഞ്ഞാൽ കുഷ്ഠം. അടുത്ത K എന്ന് പറഞ്ഞാൽ ക്ഷയം. കുഷ്ഠം, ക്ഷയം. D എന്ന് പറഞ്ഞാലോ ഡിഫ്തീരിയ. കണ്ടോ? അപ്പോൾ 6 രോഗങ്ങൾ കണ്ടോ. ഒന്നുകൂടി പറയാം. വിപിൻ, കോഴിക്കോട്. വിപിൻ എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ. കോഴിക്കോട് KKD എന്ന് പറഞ്ഞാൽ കോഴിക്കോട്. K എന്ന് പറഞ്ഞാൽ കുഷ്ഠം. അടുത്ത K എന്ന് പറഞ്ഞാൽ ക്ഷയം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടാൻ കാരണമായ രോഗമാണ് ക്ഷയം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടാൻ കാരണമായ രോഗമാണ് ക്ഷയം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും പഴയ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് ലെപ്രസി എന്ന് പറഞ്ഞാൽ കുഷ്ഠം. ഓക്കെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗിയുള്ള രാജ്യം ഏതാണ്? അത് തന്നെ ഇന്ത്യയാണ്.
അപ്പോൾ ഇത് രണ്ടും ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം, തൊണ്ടമുള്ള് എന്ന് പറയും, ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. വിപിൻ കോഴിക്കോട്. എയ്സ് ഒരു കോളേജിൻ്റെ പേരാണ്, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രാക്സ്. സി എന്ന് പറഞ്ഞാൽ സിഫിലിസ്. സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിഫിലിസ്. ഓക്കെ, സിഫിലിസ്. ഇ എന്ന് പറഞ്ഞാൽ എലിപ്പനി. ഇ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എലിപ്പനി. എന്ത് നല്ല കോഡാണ്. ഓക്കെ, ആര് ഈ കോഡ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കോഡല്ല, എൻ്റെ കോഡുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ, നമ്മൾ പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രാക്സ്, സി എന്ന് പറഞ്ഞാൽ സിഫിലിസ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനി. അടുത്തത് TTC, ടെറ്റനി, TTC. ഓക്കെ, നോക്കണേ. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറ്റനി, അടുത്ത ടി എന്ന് പറഞ്ഞാൽ ടൈഫോയിഡ്. അപ്പോൾ നോക്കാം, ടെറ്റനി. അടുത്തത് ടൈഫോയിഡ്. സി എന്ന് പറഞ്ഞാൽ കോളറ. ഓക്കെ, അപ്പം ഇത്രയും രോഗങ്ങൾ, 12 രോഗങ്ങൾ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത്ര രോഗങ്ങളും ഒന്ന് നിങ്ങൾ പഠിച്ചെടുക്കണം, എന്നോടൊപ്പം ഏറ്റു പറയണം. ഓക്കെ ആണോ? ശരി, ശ്രദ്ധിച്ച് കേൾക്കണം. ബാക്ടീരിയ രോഗങ്ങൾ വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് TTCക്ക് പഠിക്കുന്നത്. അപ്പോൾ വിപിനിലെ വി എന്തോന്നാണ്? വില്ലൻ ചുമ. പി പ്ലേഗ്, എൻ ന്യൂമോണിയ. കോഴിക്കോടിൽ KKD. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഷ്ഠം. അടുത്ത കെ ആണെങ്കിലോ ക്ഷയം. അടുത്ത ഡി ആണെങ്കിലോ ഡിഫ്തീരിയ. എയ്സ് കോളേജിലെ എ എന്താണ്? ആന്ത്രാക്സ്. സി എന്താണ്? സിഫിലിസ്. ഇ എന്താണ്? എലിപ്പനി. TTC അതിലെ ടി എന്താണ്? ആദ്യത്തെ ടി എന്താണ്? ടെറ്റനി എന്നാണ് ഞാൻ നേരത്തെ എഴുതിയിരുന്നത്. ടെറ്റനസ് ആണ്. ടെറ്റനസ്. അടുത്ത ടി എന്താണ്? ടൈഫോയിഡ്. അടുത്ത സി എന്താണ്? കോളറ. പക്ഷേ ഈ കോഡിൽ നിന്ന് ഇത്രയും ആണെങ്കിലും പലപ്പോഴും PSC വെറൈറ്റി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബാക്ടീരിയ രോഗങ്ങളാകുന്ന മറ്റു രോഗങ്ങൾ ഒരു 3-4 എണ്ണമുണ്ട്. അതും കൂടി പഠിച്ചാൽ നമുക്ക് മനസ്സിനകത്ത് ഉറപ്പിക്കാം ബാക്ടീരിയ രോഗങ്ങൾ നമുക്കറിയാം. ഈസി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം നമ്മളൊരു കോഡ് പഠിച്ചു, ഈസി ആയിട്ട് നമ്മൾ പഠിച്ചെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെൻ്റെ കോഡല്ല, അത് വേറെ ആരുടെയോ ഒരു കോഡാണ്. പക്ഷേ ആ കോഡിലൂടെ 12 രോഗങ്ങളുടെ പേരെ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം പൂർണ്ണമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബയോളജിയുടെ മുഴുവൻ ക്ലാസ്സുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാം, വിലയിരുത്താം, നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇത് ഞാൻ ഇപ്പോൾ, അതായത് നമ്മുടെ ഈ വീഡിയോ ഇടുന്ന നേരത്ത് ഉണ്ടാക്കി ബോർഡിൽ എഴുതിയതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. MG ഇല്ലേ? MG ആരാ? നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ MG ശ്രീകുമാർ എന്ന് പറയാം. MGയുടെ ബ്രോ. ഓക്കെ, MGയുടെ ബ്രോ ബോട്ടിൽ ട്രക്കിങ്ങിന്, സാധാരണ നമ്മൾ ട്രക്കിങ്ങിന് ജീപ്പിലോ അല്ലെങ്കിൽ ബുള്ളറ്റിലൊക്കെയാണ് പോണത്. പക്ഷേ ഇയാൾ പോണത് ബോട്ടിലാണ്. ട്രക്കിങ്ങിന് പോണത് കണ്ടോ? ഇതാണ്. അപ്പോൾ MGയുടെ ബ്രോ. MG എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കരുതാം, അല്ലെങ്കിൽ നമ്മുടെ MG ശ്രീകുമാർ എന്നോ അല്ലെങ്കിൽ MG വെച്ച് പേര് തുടങ്ങുന്ന വേറെ ഏതെങ്കിലും. ഓക്കെ, അപ്പോൾ MGയുടെ ബ്രോ ബോട്ടിൽ ട്രക്കിങ്ങിന് പോണത് കണ്ടോ? അപ്പോൾ ഈ എന്താണ്? എന്ന് പറഞ്ഞാൽ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, മെനിഞ്ചൈറ്റിസ് അങ്ങനെ ഓർത്താൽ മതി. G എന്ന് പറഞ്ഞാൽ ഗൊണേറിയ. G എന്ന് പറഞ്ഞാൽ ഗൊണേറിയ. ഡേ എന്ന് പറഞ്ഞാൽ ഡെർമറ്റൈറ്റിസ്. നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന രോഗമാണ് ഡെർമറ്റൈറ്റിസ്. ഓക്കെ, ബ്രോ എന്ന് പറഞ്ഞാൽ ബ്രോങ്കൈറ്റിസ് ശ്വാസകോശം, ബ്രോങ്കൈറ്റിസ്. അടുത്തത് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ബോട്ടുലിസം. ഓക്കെ, ട്രക്കിങ്, ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രക്കോമ. പോണതിനകത്തൊന്നുമില്ല. കണ്ടോ? കൺജൻറ്റിവൈറ്റിസ്, ചെങ്കണ്ണ്, കൺജൻറ്റിവൈറ്റിസ്. ഇത്രയും രോഗങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങൾക്ക് ബാക്ടീരിയ രോഗങ്ങൾ അറിയാം. ബാക്ടീരിയ രോഗങ്ങൾ ഇവിടെ പൂർണ്ണമാകും. 12 ആദ്യത്തെ കോഡ് മാത്രം പഠിച്ചാൽ അത് ബാക്ടീരിയ രോഗങ്ങൾ കംപ്ലീറ്റ് ആവത്തില്ല. ബാക്ടീരിയ രോഗങ്ങൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ
നിങ്ങൾക്ക് പറയാൻ പറ്റും 2 സിമ്പിൾ കോഡ് പഠിച്ചാൽ മതി. MGയുടെ ബ്രോ ബോട്ടിൽ ട്രക്കിങ്ങിന് പോണത് കണ്ടോ? എന്ത് സിമ്പിളാണ്. M എന്ന് പറഞ്ഞാൽ മെനിഞ്ചൈറ്റിസ്, G എന്ന് പറഞ്ഞാൽ ഗൊണേറിയ, ഡേ എന്ന് പറഞ്ഞാൽ ഡെർമറ്റൈറ്റിസ്, ബ്രോ എന്ന് പറഞ്ഞാൽ ബ്രോങ്കൈറ്റിസ്, ബോട്ടുലിസം, ട്രക്കിങ് ട്രക്കോമ കണ്ണിനെ ബാധിക്കുന്ന രോഗം, പോണത് കണ്ടോ കൺജൻറ്റിവൈറ്റിസ്, അതും കണ്ണിനെ ബാധിക്കുന്ന ചെങ്കണ്ണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ എല്ലാ രോഗങ്ങളും ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുന്നതെന്നും കൂടെ പറഞ്ഞു പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. പക്ഷേ ഓരോ രോഗങ്ങളും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് അതൊരു പാർട്ടായിട്ട് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും രോഗങ്ങളും രോഗകാരികളും തീർത്തിട്ടേ നമ്മൾ വേറൊരു ടോപ്പിക്കിന് തുടങ്ങുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എടുത്തു പോണത്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത് വൈറസ് രോഗങ്ങൾ പഠിക്കാം. അപ്പോൾ വൈറസ് രോഗങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് എല്ലാം കൃത്യമായി കാണുന്ന, എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി സുഹൃത്ത് എനിക്കൊരു ചെറിയ സമ്മാനം അയച്ചു തന്നിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ ഭയങ്കര ആദ്യം മുതൽ എന്താണ് ഈ 6:30 നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം കാണുക എന്നുള്ളൊരു ആക്രാന്തത്തോടെ കാണുന്ന എൻ്റെ ഒരു പ്രിയ ശിഷ്യയാണ്. നിലമ്പൂരിൽ നിന്നാണ് ഇത് അയച്ചു തന്നിരിക്കുന്നത്. എനിക്കൊരു കുഞ്ഞു സമ്മാനം. ഇതാണ് ആ സമ്മാനം, ഇതാണ് ആ സമ്മാനം കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു സ്റ്റാൻഡാണ്, ബുക്ക് വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ്. ഞാൻ ആ സ്റ്റാൻഡ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്റ്റാൻഡ്. അപ്പോൾ ഈ സ്റ്റാൻഡ് തന്ന എൻ്റെ പ്രിയ സുഹൃത്തിന് നന്ദി പറയുന്നു. അപ്പം എന്തായാലും ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ ഇത് സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് വൈറസ് രോഗം പഠിക്കാം. DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരം. നല്ല കോഡാണ്. വൈറസ് രോഗങ്ങളെ പരിചയപ്പെടുത്തുന്ന കോഡാണ്. വൈറസ് രോഗങ്ങളെ പരിചയപ്പെടാൻ ഏറ്റവും ഉചിതമായ ഒരു കോഡാണിത്. ഇത് നമുക്ക് പണ്ട് മുതലേ ഉള്ളതാണ്, വേറെ ആരോ ഉണ്ടാക്കിയൊരു കോഡാണ്. അപ്പം നമുക്ക് ഇത് വെച്ച് തന്നെ അങ്ങ് പഠിക്കാം. D എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി. നമുക്കറിയാം, കേരളത്തിൽ കൊറോണ വരുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിലാകെ ഭീതിയിലാഴ്ത്തിയ ഒരു ആരോഗ്യ പ്രശ്നമായിരുന്നു ഈ ഡെങ്കിപ്പനി. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് ഡെങ്കി വൈറസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടൂർണിക്കറ്റ് ടെസ്റ്റ്. അപ്പോൾ D എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി, Y എന്ന് പറഞ്ഞാൽ യെല്ലോ ഫീവർ, S എന്ന് പറഞ്ഞാൽ സാർസ്. അപ്പോൾ ഞാൻ എഴുതിപ്പോവാം. D എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി, L എന്ന് പറഞ്ഞാൽ യെല്ലോ ഫീവർ, മഞ്ഞപ്പനി. ഓക്കെ, മഞ്ഞപ്പനി. S എന്ന് പറഞ്ഞാൽ സാർസ്. P എന്ന് പറഞ്ഞാൽ പോളിയോ. ഓക്കെ, പോളിയോ. അടുത്തത് ജലദോഷം രോഗമാണ്. ഇത്രയും വൈറസിൻ്റെ രോഗങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് വൈറസ് രോഗങ്ങൾ? ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സാർസ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ രോഗമെന്നാണ് അറിയപ്പെടുക. ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാർസിനെയാണ് 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നത്. 21-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നത് സാർസും 21-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സുമാണ്. നോക്കണേ, പോളിയോ അറിയാമല്ലോ നമുക്ക്. പോളിയോ, ജലദോഷം. വൈറസ് ഉണ്ടാക്കുന്ന ഏറ്റവും കുഞ്ഞു രോഗമാണ് ജലദോഷം. റിനോ വൈറസിൻ്റെ പേരൊന്നുകൂടെ പറയാമോ? റിനോ വൈറസ്. ഓക്കെ, നമുക്ക് നോക്കാം. മച്ചമ്പി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹലോ മച്ചമ്പി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഈ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണം, മീസിൽസ്. ഏതാണ്? മീസൽസ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസൽസ്. നോക്കണേ, മീസൽസ്. അടുത്തത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ്. ഓക്കെ, മറന്നു പോകരുത്. M എന്ന് പറഞ്ഞാൽ മീസൽസ്, A എന്ന് പറഞ്ഞാൽ എയ്ഡ്സ്, C എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ്, ചിക്കുൻഗുനിയ. അപ്പോൾ ചിക്കൻ പോക്സ്, ചിക്കൻഗുനിയ. H എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, E എന്ന് പറഞ്ഞാൽ എബോള. എൻ്റെ അമ്മോ, ഭയങ്കര രോഗം, എബോള. അടുത്തത് M എന്ന് പറഞ്ഞാൽ ഇവിടെ മുണ്ടിനീരെന്നും പറയാം, മംസെന്നും പറയാം. മുണ്ടിനീര്, ഞാൻ മുണ്ടിനീരാണ് എഴുതുന്നത് കേട്ടോ. മുണ്ടിനീര്, മംസം പറയാം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിപ്പനി, പക്ഷിപ്പനി. P എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പന്നിപ്പനി, പക്ഷിപ്പനി. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ്. പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്.
പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് പറഞ്ഞേ? പന്നിപ്പനി ഇവിടെ മെക്സിക്കോയിലാണ്. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് 1981. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? എയ്ഡ്സ് എല്ലാം ഈ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ എയ്ഡ്സ് ഓർത്ത് വെച്ച് പറയണം. ഇ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ, പിന്നെ ജപ്പാൻ ജ്വരം. ഇത്രയും രോഗങ്ങളെ പഠിച്ച് വെക്കണം. സിക്കകത്ത് 2 രോഗമുണ്ട്, ചിക്കൻ ഗുനിയുണ്ട്, ചിക്കൻ പോക്സുമുണ്ട്. ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സും ഇതിനകത്ത് ഓർത്ത് വയ്ക്കണം. എമ്മിനകത്ത് മുണ്ടിനീരുമുണ്ട്, മംസും ഉണ്ട്, ഓർത്ത് വയ്ക്കുക. ഇത്രയുമാണ് വൈറസ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കൊറോണ കൂടി പഠിച്ചോ? ഏതാണ്? കൊറോണ കൂടി. നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, കൊറോണയെക്കുറിച്ചൊരു ക്ലാസ് നമ്മൾ ഇടുന്നുണ്ട്. ഒരു ക്ലാസ് മൊത്തം കൊറോണയുടെ ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ സെറ്റാണല്ലോ. അപ്പോൾ കോഡ് പറയാമോ? DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. ഒന്നുകൂടെ പറഞ്ഞേ, DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ. പ്രോട്ടോസോവ കാരണമുണ്ടാകുന്ന രോഗങ്ങൾ. പ്രോട്ടോസോവ കാരണമുണ്ടാകുന്ന രോഗങ്ങളുടെ കോഡ് എളുപ്പമാണ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. MV എന്ന് പറഞ്ഞാൽ മന്ത്, വയറുകടി, മലമ്പനി, വയറിളക്കം. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? മന്ത്, വയറുകടി, മലമ്പനി, വയറിളക്കം. അപ്പോൾ ഒന്നുകൂടി, മന്ത്, വയറുകടി, മലമ്പനി, വയറിളക്കം. ഇതെല്ലാം പ്രോട്ടോസോവ കാരണമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ, ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞുതരാം. അമീബിയാസിസ് എന്ന് പറയുന്ന രോഗവും പ്രോട്ടോസോവ കാരണമുണ്ടാകുന്ന രോഗങ്ങളാണ്. എളുപ്പമുള്ള കോഡാണ് MV. എം എന്ന് പറഞ്ഞാൽ മന്ത്, കേരളത്തിൻ്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടും. കേരളത്തിൻ്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് മന്ത്, വയറുകടി, മലമ്പനി, വയറിളക്കം, അമീബിയാസിസ്. ഇത്രയും പ്രോട്ടോസോവ രോഗങ്ങൾ ആണ്. മന്ത് രോഗമുണ്ടാക്കുന്ന പ്രോട്ടോസോവയാണ് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി ആണ് എന്തുണ്ടാക്കുന്നത്? മന്ത് രോഗമുണ്ടാക്കുന്നത്. കേരളത്തിൻ്റെ പ്രാദേശിക രോഗമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മന്ത് രോഗ നിവാരണ ദിനം നവംബർ 11. മന്ത് രോഗ നിവാരണ ദിനമാണ് നവംബർ 11. രാത്രിയിൽ രോഗനിർണയം നടത്തുന്ന രോഗം ഏതാണ്? മന്ത്. രാത്രിയിൽ രോഗനിർണയം നടത്തുന്ന രോഗമാണ് മന്ത് രോഗ നിവാരണ ദിനം എന്നാണ്, നവംബർ 11. ഡെക്ക് എന്ന് എഴുതിക്കുന്നുണ്ടോ? എന്താണ് ഡക്ക്? ഡൈ ഈതൈൽ കാർബസിൻ സിട്രേറ്റ്. എന്താണ്? ഡൈ ഈതൈൽ കാർബസിൻ സിട്രേറ്റ്. നമ്മൾ സാധാരണ ഡിസംബർ എന്നൊക്കെ എഴുതാനാണ് ഡെക്ക് എന്ന് എഴുതണം അല്ലേ? ഡൈ ഈതൈൽ കാർബസിൻ സിട്രേറ്റ്, അതായത് മന്ത് രോഗത്തിനുള്ള പ്രതിവിധിയായി ഉപയോഗിക്കുന്ന മരുന്നാണ്. ഡൈ ഈതൈൽ കാർബസിൻ സിട്രേറ്റ് ആണ് ഡെക്ക് എന്ന് എഴുതുന്നത്. പ്രോട്ടോസോവ രോഗങ്ങളാണ് ഏതൊക്കെ? മന്ത്, കേരളത്തിൻ്റെ പ്രാദേശിക രോഗം, എന്നാൽ രോഗകാരിയാണ് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. രോഗകാരികൾ സെപ്പറേറ്റ് ഞാൻ പഠിപ്പിക്കും, മന്ത് പറഞ്ഞതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. മന്ത് രോഗ നിവാരണ ദിനം നവംബർ 11. മരുന്ന് ഡെക്കാണ്. ഡെക്കെന്ന് പറഞ്ഞാൽ ഡൈ ഈതൈൽ കാർബസിൻ സിട്രേറ്റ് എന്നാണ് മരുന്നിൻ്റെ പേര്. രാത്രിയിലാണ് രോഗനിർണയം നടത്തുന്നത്. മന്തുരോഗം പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ്. ക്യൂലെക്സ് പെൺകൊതുകാണ് മന്തുരോഗം പരത്തുന്നത്. മന്തുരോഗം പരത്തുന്നത് ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ്. ഓക്കെ ആണല്ലോ. ഫംഗസ് രോഗങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചുറ്റികയും ആണിയും കൊണ്ട് അത്ലറ്റിക് ഗ്രൗണ്ടിൽ ഞാനൊരു വട്ടം വരച്ചു. എങ്ങനെയാണ്? ചുറ്റികയും ആണിയും. നോക്കണേ, ഇത് എൻ്റെ കോഡാണ്. ചുറ്റികയും ആണിയും കൊണ്ട് അത്ലറ്റിക് ഗ്രൗണ്ടിൽ ഞാനൊരു വട്ടം വരച്ചു. അപ്പോൾ ഓർത്ത് വെക്കാം നമുക്ക്. ചുണങ്ങ്,
ചുണങ്ങെന്ന് പറഞ്ഞ രോഗമുണ്ട്. ആണിരോഗം. അപ്പം ചൂ എന്ന് പറഞ്ഞാൽ ചുണങ്ങ്, ആണി എന്ന് പറഞ്ഞാൽ ആണിരോഗം, അത്ലറ്റ് എന്ന് പറഞ്ഞാൽ അത്ലറ്റിക് ഫൂട്ട്, വട്ടം എന്ന് പറഞ്ഞാൽ വട്ടച്ചൊറി. അപ്പോൾ 4 രോഗങ്ങളാണ്: ചുണങ്ങ്, ആണിരോഗം, അത്ലറ്റിക് ഫൂട്ട്, വട്ടച്ചൊറി. ഇതെല്ലാം ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. PSC ചോദിക്കും ആസ്പെർജില്ലോസിസ് എന്ന് പറയും. ഈ എടുത്താൽ മതി. ആണിക്കകത്ത് ആണിരോഗമുണ്ട്, ആസ്പെർജില്ലോസിസും ഉണ്ട്, അതും ഫംഗസ് രോഗമാണ്. അപ്പോൾ 5 രോഗങ്ങൾ പറയാം: ചുറ്റിക, ചുണങ്ങ്, ആണിരോഗം, ആസ്പെർജില്ലോസിസ്, അത്ലറ്റിക് ഫൂട്ട്, വട്ടച്ചൊറി. ഇതെല്ലാം ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്നൊരു വലിയ ടോപ്പിക്കാണ്. ഇനി നമുക്ക് ഓരോ രോഗങ്ങളുടെ രോഗകാരികൾ, രോഗത്തിൻ്റെ മരുന്നുകൾ, രോഗനിർണയ ടെസ്റ്റുകൾ, ഇതെല്ലാം നമുക്ക് പരിചയപ്പെടാനുണ്ട്. രോഗങ്ങൾ വരുന്ന രീതി വായുവിലൂടെയാണോ, ജലത്തിലൂടെയാണോ, ലൈംഗിക ബന്ധത്തിലൂടെയാണോ, ഇങ്ങനെ എയ്ഡ്സും അതുപോലെ തന്നെ സിഫിലിസ്, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ലൈംഗിക ബന്ധം, ഹെപ്പറ്റൈറ്റിസ് അല്ലേ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് B വരുന്നത്. ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ബാക്കി ഭാഗം നമുക്കിനി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. എന്തായാലും നല്ല ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിൽ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തായാലും എനിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ്, യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായി കിട്ടുന്നൊരു ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് എനിക്ക് തന്ന നിലമ്പൂരുകാരി സരിതയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ബൈ ബൈ.